ഞാൻ എന്ന് പറഞ്ഞ ഈ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പൂർവികന്മാർ ചെയ്ത ഏറ്റവും വലിയ മോശപ്പെട്ട പരിപാടി എന്നറിയോ സുമിത്തെ? വളരെ സിമ്പിൾ ആണ്. കാശ് ഉണ്ടാക്കണമെന്ന് പറയും ചെയ്യും, കാശ് ഉണ്ടാക്കാൻ പഠിപ്പിക്കില്ല. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകണം, നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണം, ഇതൊക്കെ അല്ലേ എന്റെ അൾട്ടിമേറ്റ് ചോദ്യം. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുള്ളൂ, എനിക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഇവിടുന്ന് പോകണം, എനിക്ക് ട്രെയിൻ പിടിക്കണം, എനിക്ക് ബസ് പിടിക്കണം, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കണം എന്നായിരിക്കണമോ എൻ്റെ ലക്ഷ്യം, അതോ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എത്തണം എന്നുള്ളതായിരിക്കും എൻ്റെ ലക്ഷ്യം? വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ട്രെയിനിൽ കയറും, ബസ്സിൽ കയറും, ചായ കുടിക്കും, ഇടയ്ക്ക് കൂട്ടുകാരനെ കണ്ട് സംസാരിക്കും, പല കാര്യങ്ങളും നമ്മൾ ചെയ്യും, ശരിയല്ലേ? പക്ഷെ എൻ്റെ ചോദ്യം ഇത്രയാണ്, നമ്മൾ വീട്ടിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്, പോകുന്ന വഴിക്ക് പല കാര്യങ്ങളും സംഭവിക്കും. യുവർ പ്രോബ്ലം ഈസ് ഓൺലി വൺ തിങ്. ഉറപ്പിച്ചോ, എവിടേക്കാ പോകേണ്ടതെന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിന്റെ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ നേരത്തെ ഒരു 10-17 സെക്കൻഡ് നിങ്ങളോട് ചിന്തിക്കാൻ പറഞ്ഞില്ലേ, ആലോചിക്കാൻ പറഞ്ഞില്ലേ, ഇമാജിൻ ചെയ്യാൻ പറഞ്ഞില്ലേ? എന്തായിരുന്നു നിങ്ങളുടെ റിസൾട്ട്? നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഡിവിഡൻഡ് കൊടുക്കുന്നത് net profit and everything is after some achievement. എന്തോ അച്ചീവ് ചെയ്ത് കിട്ടുന്നതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് നെറ്റ് പ്രോഫിറ്റ്. എന്തോ അച്ചീവ് ചെയ്ത് കിട്ടുന്നതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് നെറ്റ് പ്രോഫിറ്റ്, അല്ലേ? എല്ലാം വെട്ടിക്കുറുക്കി അവസാനം CA. ഇതാണ് നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ആ ചെലവ്, ഈ ചെലവ്, ഗ്രോസ് പ്രോഫിറ്റ്, ഇത്ര എക്സ്പെൻസ്, ലേബർ കോസ്റ്റ്, മറ്റേ എക്സ്പെൻസ് മറിച്ചിട്ട് ഇങ്ങനെ കുറച്ചിട്ട് കിട്ടുന്നതല്ലേ നെറ്റ് പ്രോഫിറ്റ്. വാട്ട് ഈസ് യുവർ അച്ചീവ്മെന്റ്? നിങ്ങൾക്ക് 10 രൂപ നെറ്റ് പ്രോഫിറ്റ് വേണമെങ്കിൽ വാട്ട് ഈസ് യുവർ അച്ചീവ്മെന്റ്? എന്ത് കിട്ടിക്കഴിഞ്ഞാൽ, എന്ത് അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക് ആ നെറ്റ് പ്രോഫിറ്റ് കിട്ടും? ഞാൻ എന്ന് പറഞ്ഞ ഈ സമൂഹത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പൂർവികന്മാർ ചെയ്ത ഏറ്റവും വലിയ മോശപ്പെട്ട പരിപാടി എന്നറിയോ സുമിത്തെ? വളരെ സിമ്പിൾ ആണ്. കാശ് ഉണ്ടാക്കണമെന്ന് പറയും ചെയ്യും, കാശ് ഉണ്ടാക്കാൻ പഠിപ്പിക്കില്ല. മനസ്സിലായോ? കാശ് ഉണ്ടാക്കണമെന്ന് പറയും, കാശ് ഉണ്ടാക്കാൻ പഠിപ്പിക്കില്ല. കാശ് ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ എന്തോ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അത് ക്ലാരിറ്റിയോട് കൂടി കാണാൻ ഉള്ള കഴിവിനെയാണ് സാധാരണ ഒരു ബിസിനസ്മാൻ എന്ന് പറയും. ഞാൻ ഒന്നും കൂടി പറയാം, ഈസ് എ റോൾ ടേക്കർ, ഈസ് ജസ്റ്റ് എ ഡ്രൈവർ. നിങ്ങൾ പറഞ്ഞ വീടില്ല, ഡ്രൈവർ, റോൾ ടേക്കർ ടു CEO. ആ ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയണം. നമുക്ക് എവിടേക്കാണ് നമ്മൾ പോകേണ്ടത് കാണാൻ കഴിയണം. 2030 വർഷം മാർച്ച് മാസം 31-ാം തീയതി ഐ മസ്റ്റ് റീച്ച് ഇൻ ദാറ്റ്. ഇപ്പൊ തെളിയിക്കണോ? ഇപ്പൊ തെളിയിക്കണോ? ഇതല്ല, താങ്കളുടെ അല്ല, വേറെ ഒരാളോട് ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം കിട്ടി, എനിക്ക് ഉറപ്പാ.